ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങനെയാണ് തകർന്നടിയുന്നത് എന്നതിന്റെ നെഞ്ചു പൊള്ളിക്കുന്ന നേർസാക്ഷ്യമാണിത്. ഭൂമിയിലേക്ക് പിറന്നു വീണ അമ്മയാരെന്നോ അച്ഛനാരെന്നോ ഒന്നുമറിയാത്ത ഒരു പിഞ്ചുകുഞ്ഞ്. കൂടെ അമ്മയുടെ കൈവിരൽ തുമ്പിൽ തൂങ്ങി നടക്കേണ്ട 6ഉം 3ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും 8 വയസ്സുകാരിയായ മൂത്ത മകളും. ഒരൊറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഈ 4 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ ജീവനായ അമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 4 വർഷങ്ങൾക്ക് മുൻപാണ് പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിനിയായ ചിഞ്ചു മാമ്പള്ളിൽ തോമസ് എന്ന 34-കാരി നേഴ്സായി ജോലി ലഭിച്ച് UK-യിലെ ലിങ്കൻഷെയറിലുള്ള ബോസ്റ്റണിലേക്ക് എത്തുന്നത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് കാരക്കുറിശി സ്വദേശിയായ എമിൽ ജോസും 2 മക്കളും ചിഞ്ചുവിന് കൂട്ടായി UK-യിലേക്ക് എത്തി. പിന്നീട് അവിടെ വെച്ചാണ് 3ാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്. രാപ്പകലില്ലാതെ അധ്വാനിച്ച് പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ആ കുടുംബം പതിയെ ജീവിതം കരുപിടിപ്പിച്ചു. 1 വർഷം മുൻപാണ് ബോസ്റ്റണിൽ അവർ സ്വന്തമായി ഒരു വീട് വാങ്ങി താമസം ആരംഭിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ആ 4 കുരുന്നുകളെ തനിച്ചാക്കി അമ്മ പൊടുന്നനെ മരണത്തിന് കീഴടങ്ങുന്നത്. പ്രസവ ശുശ്രൂഷകൾക്കും മകൾക്ക് കൂട്ടായി നിൽക്കാനുമായി ചിഞ്ചുവിന്റെ മാതാപിതാക്കളായ തോമസും റോസമ്മയും ഏതാനും മാസങ്ങൾക്ക് മുൻപ് സന്ദർശക വിസയിൽ UK-യിലെത്തിയിരുന്നു. പുതിയൊരു കുഞ്ഞിന്റെ കൂടി വരവിനായി കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം. പ്രസവത്തിനായി കഴിഞ്ഞ ജൂലൈ 6-നാണ് ചിഞ്ചുവിനെ ബോസ്റ്റൺ പിൽഗ്രിം NHS ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അടുത്ത ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 ഒരു സുഖപ്രസവത്തിലൂടെ ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിന് ചിഞ്ചു ജന്മം നൽകുകയും ചെയ്തു. അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ആ കുഞ്ഞു മാലാഖയെ കൈകളിലേന്തി ബുധനാഴ്ച വൈകിട്ട് 6:30 ചിഞ്ചുവും കുടുംബവും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പുതിയ അതിഥിയെ സ്വീകരിക്കാൻ ആ വീട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ വിധി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഡിസ്ചാർജായി വീട്ടിലെത്തി അധിക സമയം കഴിയുന്നതിന് മുൻപേ തന്നെ ചിഞ്ചുവിന് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. എല്ലാവരും നോക്കി നിൽക്കെ പൊടുന്നനെ ചിഞ്ചു കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ബോസ്റ്റൺ പിൽഗ്രിം ആശുപത്രിയിൽ തന്നെ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെ 12:20 ചിഞ്ചു ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. ചിഞ്ചുവിന്റെ മരണവിവരം സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് നിലവിൽ കുടുംബം. പ്രസവം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം ഉണ്ടായ ഈ അപ്രതീക്ഷിത വേർപാട് താങ്ങാൻ ആ ഭർത്താവിനോ മാതാപിതാക്കൾക്കോ ഇപ്പോഴും സാധിച്ചിട്ടില്ല. മകളുടെ വേർപാടിന്റെ വലിയ വേദന ഉള്ളിലൊതുക്കുമ്പോഴും അമ്മയില്ലാത്ത ആ 4 പിഞ്ചുമക്കൾക്ക് ഇനി തണലാകണമെന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ആ പ്രായമായ മാതാപിതാക്കളെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. ചിഞ്ചുവിന്റെ വിയോഗം UK-യിലെ മലയാളി സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരി ചിഞ്ചുവിന് കണ്ണീരോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തകർന്നുപോയ ആ കുടുംബത്തിന് ഈ വലിയ വിയോഗം താങ്ങാനുള്ള കരുത്ത് ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.